കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിൽ നിന്നും എണ്ണ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ വലിയ അനിശ്ചിതത്വങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സംഭവം കേരളത്തിന്റെ തീരപ്രദേശത്തിന് വലിയ പാരിസ്ഥിതിക ഭീഷണിയാണ് ഉയർത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസവും കമ്പനികളുടെ പിന്മാറ്റവും സർക്കാരിന്റെ ഇടപെടലുകളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. കപ്പൽ മുങ്ങിയതിന് പിന്നാലെ അതിലുള്ള എണ്ണ ചോരുന്നത് തടയാനും അത് നീക്കം ചെയ്യാനും അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. MSC കമ്പനി എണ്ണ നീക്കം ചെയ്യുന്നതിനായി T&T സാൽവേജ് എന്ന കമ്പനിയെയാണ് ആദ്യം ചുമതലപ്പെടുത്തിയത്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ദൗത്യത്തിന് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് ഈ കമ്പനി പിന്മാറി. ഇത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി. ജൂലൈ 3-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന എണ്ണ നീക്കം ചെയ്യൽ പ്രവർത്തികൾ ഇതോടെ പൂർണ്ണമായും നിലച്ചു. T&T സാൽവേജ് കമ്പനിയുടെ പിന്മാറ്റം തീരദേശത്തെ ആശങ്കയിലാഴ്ത്തി. ദൗത്യത്തിന് ആവശ്യമായ ഡൈവിംഗ് സഹായ കപ്പൽ പോലും അവർ തിരികെ കൊണ്ടുപോയി. ഈ സാഹചര്യത്തിൽ സമയബന്ധിതമായി എണ്ണ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം MSC കമ്പനിക്ക് അന്ത്യശാസനം നൽകി. എണ്ണ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കർശന നടപടികളിലേക്ക് കടക്കുമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ കമ്പനിയെ അറിയിച്ചു. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. തുടർന്ന് T&T സാൽവേജ് കമ്പനിക്ക് പകരമായി സിംഗപ്പൂരിൽ നിന്നും ഡച്ചിൽ നിന്നുമുള്ള പുതിയ കമ്പനികളെ എണ്ണ നീക്കം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചതായി MSC കമ്പനി അറിയിച്ചിട്ടുണ്ട്. പുതിയ കമ്പനികൾ എപ്പോൾ പ്രവർത്തനം ആരംഭിക്കും, ദൗത്യം എത്രത്തോളം ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നതെല്ലാം ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. കപ്പലിൽ നിന്നും എണ്ണ ചോരുന്നത് തീരദേശ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുങ്ങിയ കപ്പലിന്റെ ഭാഗത്ത് നേരിയ എണ്ണപ്പാളികൾ കണ്ടു തുടങ്ങിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. കപ്പൽ കമ്പനി ഇത് ഇന്ധന ടാങ്കിൽ നിന്നുള്ള ചോർച്ചയല്ലെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഏതൊരു എണ്ണ ചോർച്ചയും കടൽ ജീവികളെയും തീരദേശ ആവാസ വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും. എണ്ണപ്പാളികൾ മത്സ്യസമ്പത്തിനെ നേരിട്ട് ബാധിക്കും. മത്സ്യങ്ങളുടെ ശ്വാസം എടുക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും അവയുടെ പ്രത്യുൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ എണ്ണ കടൽ പക്ഷികളുടെ തൂവലുകളിൽ പറ്റിപ്പിടിച്ച് അവയുടെ പറക്കാനുള്ള കഴിവിനെയും ശരീര താപനില നിയന്ത്രിക്കാനുള്ള കഴിവിനെയും ബാധിക്കാം. ഇത് അവയുടെ മരണത്തിലേക്ക് പോലും നയിച്ചേക്കാം. കടൽ തീരങ്ങളിലും കണ്ടൽക്കാടുകളിലും എണ്ണ അടിഞ്ഞുകൂടുന്നത് ദീർഘകാലത്തേക്ക് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. എണ്ണയുടെ രാസപദാർത്ഥങ്ങൾ മണ്ണിലും വെള്ളത്തിലും കലർന്ന് ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാകും. ഇത് തീരദേശ ടൂറിസത്തെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും ദോഷകരമായി ബാധിക്കും. മുങ്ങിയ കപ്പലിൽ നിന്നും എണ്ണ നീക്കം ചെയ്യുക എന്നത് സാങ്കേതികമായി വളരെ സങ്കീർണമായ ഒരു ദൗത്യമാണ്. കടലിനടിയിൽ പ്രത്യേകിച്ചും ആഴമേറിയ ഭാഗങ്ങളിൽ നിന്നും എണ്ണ നീക്കം ചെയ്യാൻ പ്രത്യേക ഉപകരണങ്ങളും വൈദഗ്ധ്യവും ആവശ്യമാണ്. കാലാവസ്ഥയും കടലിലെ പ്രവാഹവും രക്ഷാപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. മോശം കാലാവസ്ഥയും ശക്തമായ പ്രവാഹങ്ങളും കാരണം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ കപ്പലിന്റെ ഘടനയും അതിലെ എണ്ണയുടെ അളവും സ്വഭാവവും ദൗത്യത്തെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു. എണ്ണ എവിടെയാണ് സംഭരിച്ചിരിക്കുന്നത്, അതിൽ എത്രത്തോളം മർദ്ദമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് അധികാരികൾക്കും വലിയ പങ്കുണ്ട്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണം എണ്ണ ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും സഹായകമാണ്. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട്. കപ്പലുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും പതിവ് പരിശോധനകൾ ഉറപ്പാക്കുകയും വേണം. അതോടൊപ്പം അപകടമുണ്ടായാൽ അതിവേഗം പ്രതികരിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ആവശ്യമായ സാങ്കേതിക സഹായം ഉറപ്പാക്കുകയും ചെയ്യണം. പുതിയ കമ്പനികൾ എണ്ണ നീക്കം ചെയ്യാനുള്ള ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിൽ ദൗത്യം എത്രയും വേഗം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എണ്ണച്ചോർച്ച പൂർണ്ണമായി തടയുകയും ചോർന്ന എണ്ണ പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ നീക്കം ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ സംഭവം തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ കർശനമായ നടപടികളും മുൻകരുതലുകളും ആവശ്യമാണ്.
തീരദേശ സമൂഹങ്ങളുടെ ഉപജീവനത്തെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും നടപ്പിലാക്കണം.